ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പപ്പായയെ പറ്റിയിട്ടാണ്. നമ്മുടെ എല്ലാ വീടുകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് പപ്പായയുടെ ചെടി. നമ്മൾ ധാരാളം പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷ്യപദാർത്ഥം എന്ന നിലയിൽ നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടിയാണ് പപ്പായ. ഈ പപ്പായയെ പറ്റി പലരും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരുടെ വീടുകളിൽ പപ്പായ ഉണ്ടെങ്കിലും ധാരാളം പൂക്കുന്നുണ്ടെങ്കിലും പപ്പക്കായ ഒന്നും ഉണ്ടാകാറില്ല എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. പപ്പായ രണ്ട് തരമുണ്ട്, ആൺപപ്പായും പെൺപപ്പായും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആൺപപ്പായയാണ്. ആൺപപ്പായ ഇങ്ങനെ ധാരാളം പൂവ് ഇങ്ങനെ കൊല കൊലയായിട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നല്ലാതെ അതിലൊരിക്കലും ഒരു കായ ഉണ്ടാവില്ല. പെൺപപ്പയുടെ ചെടിയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പൂവ് വളരെ കുറവാണെങ്കിലും കായ്ഫലം ഉണ്ടാവുക പെൺപപ്പയിലാണ്. ഈ പെൺപപ്പയുടെ പൂവ് എടുത്തിട്ട് നിങ്ങളിങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പപ്പക്കായ ഇങ്ങനെ ഉണ്ടായി വരുന്നതായിട്ട് കാണാം. പക്ഷേ ഈ പപ്പയുടെ ചെടിയിലെ പൂവ് ഇങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നല്ല കൊലയായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിലാണ് ഈ ആൺപപ്പയിൽ പൂക്കളുണ്ടാവുക. പപ്പായയുടെ വലിയ വലിയ തോട്ടങ്ങളിലൊക്കെയാണ് 100 പെൺപപ്പകൾ വയ്ക്കുകയാണെങ്കിൽ ഒരു 5-10 ആൺപപ്പകളുടെ തൈകളെങ്കിലും വേണമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ വീടുകളിലൊന്നും ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പപ്പായയ്ക്ക് പല നാടുകളിലും പല പേരുകളാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞങ്ങൾ തൃശ്ശൂരിലൊക്കെ പപ്പക്കായ എന്നാണ് പറയുക. പിന്നെ ചിലർ ഓമയ്ക്ക എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പപ്പായനെ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.